Hi guys, welcome back to my channel. ഞാൻ Ramya Harishankar. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തൊരു ബെൽ ഐക്കൺ ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യൂ. അപ്പോൾ ഞാൻ പുതിയ വീഡിയോ ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന്റെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അപ്പം ഇന്നത്തെ ഒരു സ്പെഷ്യൽ വ്ലോഗാണ്. ഈ സൺഡേ വ്ലോഗാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. നല്ല മടിയുള്ള ദിവസമാണ് ഈ ഒരു കഴിഞ്ഞ സൺഡേ ഉണ്ടായിരുന്നത്. സോ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. അപ്പം സൺഡേ ആയതുകൊണ്ട് വളരെ 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 വൈകിട്ടാണ് എണീറ്റത്. അപ്പം ഞാൻ തലേദിവസം തന്നെ കിച്ചണൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ ഈ പാത്രം വയ്ക്കുന്ന സ്റ്റവൊക്കെ ഒന്ന് കഴുകി വെച്ചായിരുന്നു. അപ്പം അതൊക്കെ തിരിച്ചെടുത്ത് വെക്കുകയാണ്. അപ്പം ഇന്ന് പ്രത്യേകിച്ച് കുക്കിംഗ് ഒന്നുമില്ല. തലേ ദിവസത്തെ ബാക്കി കഞ്ഞിയും പയറും ഇരിക്കുന്നുണ്ട്, അതൊന്ന് ചൂടാക്കണം. ഇത്രയേ ഉള്ളൂ. ഇനി ഇത് കഴിഞ്ഞ് പാത്രം കഴുകി പോയി കഴിഞ്ഞാൽ ഞാൻ ഈ കിച്ചണിലേക്ക് കയറുന്നതേ ഇല്ല. എല്ലാം ഇന്ന് പുറത്താണ്. സോ കഞ്ഞി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. തലേ ദിവസം ഉണ്ടാക്കിയ ബാക്കി പയറാണ്. അത് ഞാൻ മൈക്രോവേവിൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് കം ലഞ്ച് ബ്രഞ്ച് സെർവ് ചെയ്യാണ് കേട്ടോ. ഹരി കാര്യമായിട്ടിരുന്ന് എന്തോ പഠിക്കുന്ന പോലെ തോന്നും, പക്ഷേ അമർചിത്ര കഥയാണ് വായിക്കുന്നത്. കാര്യമായിട്ടിരുന്നിട്ട് രാവിലെ എഴുന്നേറ്റിട്ട് അപ്പോൾ കഞ്ഞിയും പയറും ഇതാ സെർവ് ചെയ്തിട്ടുണ്ട്. ഇനി ഞങ്ങൾ രണ്ടുപേരും കഞ്ഞിയും പയറും കഴിക്കട്ടെ. അത് കഴിഞ്ഞ ശേഷം ബാക്കി എന്താണെന്നുള്ളത് നോക്കാം. സോ കഴിഞ്ഞ ശേഷം ഹരി ഉറങ്ങാൻ പോയി. ഞാൻ ഒരു ഓൺലൈൻ കോഴ്സ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. സോ ഞാൻ ക്ലാസ് അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കുറച്ച് സമയമുണ്ട് കേട്ടോ. ഇപ്പോൾ വൈകുന്നേരമായി. ഞാനൊന്ന് ഫ്രഷായിട്ട് വന്നു. അപ്പം ഞങ്ങളൊന്ന് പുറത്ത് പോവുകയാണ്. ഹരിയും ഫ്രഷായിട്ട് വന്നു. അപ്പം നമ്മളൊന്ന് പുറത്ത് പോവുകയാണ്. ഒന്ന് ഹരിയുടെ വീട്ടിൽ പോകണം. പിന്നെ പോകുന്ന വഴിക്ക് എനിക്ക് 2-3 സാധനങ്ങൾ വാങ്ങാനുണ്ട്. ഒന്ന് സൂപ്പർ മാർക്കറ്റിൽ കയറണം, ഫ്രൂട്ട്സ് വാങ്ങണം, അങ്ങനെ അല്ലറ ചില്ലറ പർച്ചേസിങ് ഉണ്ട്. സോ ഞാൻ ക്വിക്കായിട്ടൊന്ന് ഡ്രസ്സ് ചെയ്യാണ്. ജസ്റ്റ് ഫൗണ്ടേഷനൊന്നും ഇടുന്നില്ല, ജസ്റ്റ് ഒന്ന് ക്വിക്കായിട്ടൊന്ന് ഡ്രസ്സ് ചെയ്യാണ്. അപ്പം ആദ്യം മോയ്സ്ചറൈസർ തേച്ചു. എൻ്റെ ഫേവറേറ്റ് ക്ലിനിക് മോയ്സ്ചറൈസർ തേച്ചു. ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കുന്നുണ്ട് ഹരിയോട്. അപ്പം ബാക്കി മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ ശേഷം കാണിച്ചു തരാം. അപ്പോൾ ഇതാ എൻ്റെ മേക്കപ്പ് ഒക്കെ കംപ്ലീറ്റ് ആയി കണ്ടോ. അപ്പം ഇനി ഞാൻ ക്യാമറ ഓഫ് ചെയ്യാണ്. ഇനി ബാക്കി കുറേ നേരം ഷൂട്ട് ചെയ്യുന്നത് ഇനി എല്ലാം മൊബൈലിലാണ്. അപ്പം ദാ വീടൊക്കെ പൂട്ടി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. വൈകുന്നേരം കേട്ടോ, സന്ധ്യ കഴിഞ്ഞു. എന്നെ കാണുന്നുണ്ടോ ക്യാമറയിൽ? സെൽഫി ക്യാം എടുക്കണമായിരുന്നു, എന്നാലും എന്നെ കാണുള്ളായിരുന്നു അല്ലേ. അതാലോചിച്ചില്ല കേട്ടോ. ഈ കുഞ്ഞ് സ്റ്റാൻഡ് പിടിച്ചിട്ട് പോയിട്ട് തന്നെ ആൾക്കാർ മുഴുവൻ നോക്കുമായിരുന്നു. എങ്ങനെയാണോ ആൾക്കാരൊക്കെ വ്ളോഗ് ചെയ്യുന്നത്. സോ ഞങ്ങൾ ആദ്യം ഒരു സൂപ്പർ മാർക്കറ്റിലേക്കാണ് പോകുന്നത്. അപ്പം അവിടെ ബേക്കറി ഉണ്ട്, സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അപ്പം എനിക്ക് 3 കാര്യങ്ങളാണ് വാങ്ങാനുണ്ട്. ഞാൻ നേരത്തെ ഹരിയുടെ അടുത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ഉച്ച തൊട്ട് ഞാൻ ഹരിയോട് പറയുമായിരുന്നു, എനിക്കൊന്ന് ജാം റോൾ വാങ്ങണം, പിന്നെ വട്ടയപ്പം വാങ്ങണം, ഒരു ഷാർജ ഷേക്ക്, ഒരു ജാക്ക് ഫ്രൂട്ട് ഐസ്ക്രീം, 3 ഉണ്ടല്ലോ, 4. ഈ പറഞ്ഞ സാധനങ്ങളിൽ ആകെ ഈ ജാം റോൾ കിട്ടിയില്ല, വട്ടയപ്പം കിട്ടിയില്ല, അതൊന്നും കിട്ടിയില്ല. അതിന് പകരം എന്താ ഞാൻ നോർത്ത് ഇന്ത്യൻ വടാപ്പാവും സമോസയൊക്കെ വാങ്ങിയിട്ട് സമാധാനിച്ച് തിരിച്ച് വരികയാണ് കേട്ടോ. വേറെ ഒന്നുമില്ല ബേക്കറിയിൽ. ബോളി എടുത്തു കണ്ടപ്പോൾ. ഹരിക്കൊരു ചിക്കൻ സാൻഡ്വിച്ച്. അപ്പം ഞാൻ ലാസ്റ്റ് കാണിക്കാം എന്തൊക്കെയാണ് വാങ്ങിയെന്നുള്ളത്. ഇങ്ങനെ അല്ലറ ചില്ലറ ഐറ്റംസൊക്കെ വാങ്ങിയിട്ട് ഞാനൊന്ന് ഓടിച്ച് കാണിച്ചു തരാം. ഇനി നമുക്ക് സൂപ്പർ മാർക്കറ്റിലേക്ക് പോയിട്ട് കുറച്ച് ഫ്രൂട്ട്സും ഒന്നുമില്ല പഴവും തിന്നാൻ വല്ല മുറുക്കോ
വല്ലതും നോക്കിയിട്ട് കുറച്ച് മുട്ട വാങ്ങണം. അങ്ങനെ പിന്നെ എന്തെങ്കിലും നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ കാണുമല്ലോ, അങ്ങനെ വല്ല കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിയിട്ട് കറങ്ങിയിട്ട് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് ഇറങ്ങുകയാണ്. മന്ത്ലി പർച്ചേസ് അല്ല, കുട്ടി പർച്ചേസ്. ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ എന്തെങ്കിലും കണ്ണി കാണുമെന്ന്. ബ്ലൂബെറി കണ്ടു. സോ ഞാൻ ബ്ലൂബെറി എടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ മൊബൈൽ കൈ പിടിച്ചുകൊണ്ട് എനിക്ക് എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. സോ ഹരിത ബ്ലൂബെറി എടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞപ്പോൾ. അങ്ങനെ ഞങ്ങൾ വീണ്ടും പുറത്തിറങ്ങി. ഇനി അടുത്ത ടാർഗറ്റ് ജാക്ക് ഫ്രൂട്ട് ഐസ്ക്രീമാണ്, ചക്ക ഐസ്ക്രീമാണ്. അപ്പം നമ്മൾ ജാക്ക് ഫ്രൂട്ട് ഐസ്ക്രീം വാങ്ങാൻ പോവുകയാണ്. അപ്പോൾ കാറ് ദൂരെ ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് നടന്നു പോവുകയാണ്. അപ്പം നടന്നു പോകുന്ന വഴിക്ക് നമ്മളൊരു ചായക്കടയിൽ പഴംപൊരി ഇരിക്കുന്ന കണ്ടു. അപ്പം അത് വാങ്ങാൻ കയറി. അങ്ങനെ പഴംപൊരി പാക്ക് ചെയ്ത് എടുത്തിട്ടുണ്ട് രാത്രി ഇരുന്ന് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് വല്ലപ്പോഴും ഉണ്ടാവുള്ളൂ കേട്ടോ, നമ്മൾ കുറേ കാലം ഇതൊക്കെ കഴിച്ചിട്ട്. അപ്പം ചില സൺഡേസ് എങ്ങനെയായിരിക്കും, വല്ലപ്പോഴും. അങ്ങനെ ഞങ്ങൾ ജാക്ക് ഫ്രൂട്ട് ഐസ്ക്രീം വാങ്ങാൻ മോളിൽ പോയിരിക്കുകയാണ്. മോളിൽ പോവാണ്. അപ്പം എന്താ ജാക്ക് ഫ്രൂട്ട് ഐസ്ക്രീം ആളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആൾ വന്നിട്ടുണ്ടെന്ന് ഞാൻ ഐസ്ക്രീം വാങ്ങിയിട്ട് കാണിച്ചു തരാം. അപ്പം ഇതേ നമ്മുടെ ഐസ്ക്രീം കയ്യിലെത്തി. ആർക്കും വായിൽ വെള്ളം വരരുത്, എനിക്ക് വയറ് വേദനിക്കും കേട്ടോ. അപ്പം ഇനി തിരിച്ച് നടക്കുകയാണ്. ഞാൻ സീരിയസ് ആയിട്ട് പറയാം കേട്ടോ, ആർക്കും വായിൽ വെള്ളം വരരുത്. അത് കഴിഞ്ഞ് ഇനി അടുത്ത ടാർഗറ്റ് ഹരിയുടെ വീട്ടിലേക്ക് പോവുക എന്നുള്ളതാണ്. അപ്പം ഹരിക്ക് വേണ്ടിയിട്ട് അവിടെ ബീഫ് കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഹരി അവിടെയാണ് ഇന്നത്തെ ഡിന്നർ. എനിക്ക് ഇത്രയും സാധനങ്ങളുണ്ടല്ലോ, കുറേ തിന്നാൻ വാങ്ങിയിട്ടുണ്ട്. അപ്പം അതൊക്കെ വീട്ടിൽ പോയിരുന്ന് കഴിക്കണം. അപ്പം ഞാൻ ആ വീടിൻ്റെ അകത്തുള്ള വീഡിയോസൊന്നും എടുക്കുന്നില്ല, കാരണം എല്ലാവർക്കും താല്പര്യമുണ്ടോ എന്നുള്ളത് അറിയില്ല. എന്തായാലും ഹരിയുടെ അനിയനും അച്ഛനും അവിടെ ഉണ്ട്. സോ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച്, എനിക്കിതാ അച്ഛൻ ഒരു വൻപയറും തേങ്ങയും കൂടെ മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാൻ തൽക്കാലം കഴിക്കുന്നത്. അപ്പം അനിയനും അച്ഛനും ഹരിയും കൂടെ ഭക്ഷണമൊക്കെ കഴിച്ചു. ഞങ്ങൾ കുറേ നേരം സംസാരിച്ചു. ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. സോ ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഷാർജ ഷേക്ക്. അപ്പോൾ അത് പോണ വഴിക്ക് ഞാനൊരു കടയിൽ നിർത്തിയിട്ട് ഹരി വാങ്ങി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം കട കാണിച്ചു തരാം. ശരിക്കും ഒരു ലേസി റിലാക്സിങ് സൺഡേ ആയിരുന്നു കേട്ടോ. സോ ഇതാണ് ഷേക്ക് കട. ഭയങ്കര ഫേമസ് കടയാണ് കൊല്ലത്ത്. നല്ല നല്ല ഷേക്ക്, കരിക്ക് ഷേക്കൊക്കെ ഇവിടെ ഭയങ്കര ഫേമസ് ആണ്. എപ്പോഴും തിരക്കുണ്ടാവും. രാത്രി 1 മണി വരെ കട തുറന്ന് വയ്ക്കും. അപ്പം ഞാൻ പാക്ക് ചെയ്ത് വാങ്ങിയ ശേഷം വീട്ടിൽ പോയിട്ട് കാണിച്ചു തരാം. വീട്ടിലെത്തി ഞാൻ പാക്ക് തുറന്നു. ഇതാണ് നമുക്ക് ഷാർജ ഷേക്ക് അല്ല കേട്ടോ ഹരി വാങ്ങിയത്. ഇതെന്തോ ഫ്രൂട്ട് ഷേക്കോ അങ്ങനെ എന്തോ പറഞ്ഞു. അത്ര പോരാ, എനിക്ക് അവിടുത്തെ കരിക്ക് ഷേക്കും ഷാർജ ഷേക്കുമാണ് എനിക്കിഷ്ടം. ഇറ്റ്സ് ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പം എന്തായാലും മിക്സഡ് ഫ്രൂട്ട് ഷേക്ക് അങ്ങനെ എന്തോ ആണ് പറഞ്ഞത് കേട്ടോ പേര്. അപ്പം ഷേക്ക് ഞങ്ങൾക്ക് 2 പേർക്കും എടുക്കുകയാണ്. ബെഡ്റൂമിലിരുന്ന് ഒരു പ്രൈമിൽ നമ്മളൊരു സീരീസ് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത് കണ്ടുകൊണ്ടാണ് ഇതെല്ലാം കഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഹരിക്ക് ചിക്കൻ സാൻഡ്വിച്ച്, എനിക്ക് വടാപ്പാവ്, സമോസ എല്ലാം മിക്സ് മാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്കും ഹരിക്കും കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പഴംപൊരി, സമോസയൊപ്പം ചെറിയൊരു ഡിപ്പ് തന്നിട്ടുണ്ട്, അത് വയ്ക്കുകയാണ്. ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സീരീസ് കുറേ പഴയ സീരീസാണ്. മെൻ്റലിസ്റ്റ്. ഒരുപാട് പേര് കണ്ട് കഴിഞ്ഞതായിരിക്കും, നമ്മളിപ്പോഴാണ് കാണുന്നത്. അപ്പം ഈ പ്ലേറ്റും കൊണ്ടുപോയി ബെഡിൽ പോയി വയ്ക്കുക.
ഷേക്കും കൊണ്ടുവയ്ക്കുക. എന്നിട്ട് നിങ്ങൾ സുഖമായി ഇരുന്ന് കാണുക. അത്രയേ ഉള്ളൂ നമ്മുടെ വ്ളോഗ് ഇന്നത്തെ. ഈ ഒരു കുട്ടി വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.